തിരുവനന്തപുരത്തേക്ക് കേരളത്തിലേക്ക് വീണ്ടും അന്താരാഷ്ട്ര T20 എത്തുന്നു. സഞ്ജു സാംസൺ കളിക്കുന്നു തിരുവനന്തപുരത്തിൽ, സ്വന്തം നാട്ടിൽ എന്നുള്ളതാണ് ഇന്നത്തെ T20യുടെ പ്രത്യേകത. ന്യൂസിലൻഡാണ് എതിരാളികൾ. നമുക്കൊപ്പം കായിക മന്ത്രി വി അബ്ദുറഹ്മാനുണ്ട്. ശരിക്ക് കേരളത്തിലേക്ക് ഇന്ത്യൻ ടീമിൻ്റെ കളി എത്തുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ ആവേശമാണ്. ടിക്കറ്റൊക്കെ ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞിരിക്കുന്നു. അങ്ങ് കളി കാണാനുണ്ടാവുമോ? എങ്ങനെയാണ് ആ കളിയെ കാണുന്നത്? നോക്കൂ, നമ്മൾ ഇന്ത്യ ജയിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് എന്നും നമ്മുടെ ഒരു ആവേശമാണ്, നമ്മുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ഒരു കളിയിലെ സ്പിരിറ്റിനപ്പുറത്തേക്ക് സഞ്ജു സാംസൺ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ലോകകപ്പിലേക്കുള്ള ടീമുകളിൽ സെലക്ഷനായ ആളുകളാണ്. അപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല അവസരമാണ് സ്വന്തം ഗ്രൗണ്ടിൽ തങ്ങളുടെ കഴിവ് തെളിയിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഞ്ജു അടക്കമുള്ള ടീമിന് ഏറ്റവും ആവേശകരമായിട്ടുള്ളൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിയും. ഇന്ത്യക്ക് അനാസായമായി തന്നെ ഇതിൽ വിജയിക്കാൻ കഴിയും. ഒരു ന്യൂസിലൻഡിനുമായിട്ടുള്ള ഈ പരമ്പരയിൽ ആദ്യത്തെ മത്സരങ്ങളിലൊക്കെ സഞ്ജു നിരാശപ്പെടുത്തുന്നതായിരുന്നു കാഴ്ച. ഈ ഹോം ഗ്രൗണ്ടിൽ തിളങ്ങാനാകുമെന്ന് ഒരു പ്രതീക്ഷ, ഒരാശംസ അല്ലേ? കേരളം മുഴുവൻ സഞ്ജുവിൻ്റെ കൂടെ നിൽക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ ആ ആവേശം അദ്ദേഹത്തിനുണ്ടാവും. അദ്ദേഹം ഏറ്റവും നല്ല ഫോമിലായിരിക്കും ഈ കളി എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം സഞ്ജു ആദ്യമായി ടീമിൽ വന്നത് മുതൽ ഞാൻ ആ താരത്തെ ശ്രദ്ധിച്ചൊരാളാണ്. എൻ്റെ പഴയ കാലത്തുള്ള പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ചില സമയങ്ങളിൽ ചില കളിക്കാർക്ക് മോശം, ഇപ്പോൾ സച്ചിനാവട്ടെ, ധോണി ആകട്ടെ, എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അതൊരു സ്ഥായിയായി നിൽക്കുന്നതല്ല, അത് സാധാരണയായിട്ട് എല്ലാ കളിക്കാർക്കും ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലാണ്. പക്ഷേ അത് മാറും. നല്ല രീതിയിൽ തന്നെ സഞ്ജുവിൻ്റെ ഏറ്റവും നല്ല പ്രകടനം അദ്ദേഹത്തിൻ്റെതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നു. ഈ ഗ്രീൻ ഫീൽഡിലാണ് മത്സരം നടക്കുന്നത്. മത്സരത്തിന് ശരിക്കും പറഞ്ഞാൽ അത്രയും അത്യാവേശത്തിലേക്ക് ആളുകൾ പോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ കായിക രംഗത്തെ സ്പോർട്സിനെ അത്രയും ആളുകൾ സ്നേഹിക്കുന്നു എന്നുള്ളതല്ലേ അതിൻ്റെയൊക്കെ ഒരു സൂചന? ഞാൻ മുമ്പും പറഞ്ഞു, സ്പോർട്സ് ഒരു സ്പിരിറ്റാണല്ലോ. നമ്മൾ ഇത്തരത്തിലുള്ള ധാരാളം മത്സരങ്ങൾ കേരളത്തിന് വരണമെന്നുള്ളത്, അതാണ് നമ്മുടെ സ്പോർട്സ് എക്കോണമി കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും കാര്യവട്ടത്തെ ഈ ഒരു ആവേശം അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രകടമായിട്ടുണ്ട്. കേരളം മുഴുവൻ ഒഴുകിയെത്തും ഇങ്ങോട്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും സഞ്ജു ആദ്യ കളിയിലൊന്നും തിളങ്ങിയില്ലെങ്കിലും ഇത്തവണ നാട്ടുകാരുടെ മുമ്പിൽ അടിച്ചു തകർക്കും എന്നാണ് കായിക മന്ത്രി പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടൻ, റിപ്പോർട്ടർ തിരുവനന്തപുരം.